പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന അതേ അവിടുത്തെ മക്കളെ ആസ്വദിക്കണമേ. ചർച്ചിൽ അതേ ദൈവത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളെ ഏവരെയും ആസ്വദിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനുമായി ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ. കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങളിലും ഞങ്ങളെ ആളാമൃതിയായി കുടുംബമായി സഭയായി പരിപാലിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ വഴികളെ ഓർക്കുവാനും ദൈവത്തോട് നന്ദി പറയുവാൻ കർത്താവ് സഹായിച്ചാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളായ ദൈവത്തെ ആരാധിക്കുന്ന സകല വിശുദ്ധന്മാരെ അനുഗ്രഹിക്കുമ്പോൾ ഏഴകളെ അനുഗ്രഹിപ്പാൻ കൃപ തോന്നണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ശുശ്രൂഷകളെ തിരുമേനി മാനിച്ചാട്ടെ. കർത്താവിന്റെ വലിയ നാമത്തിലെ അപേക്ഷ കേൾക്കുമാറാകണമേ. ആമേ. പാട്ടുപാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി വാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി വാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. എണ്ണമില്ല പാപവും എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കാണിച്ച നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കാണിച്ച നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റി തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റി തന്ന ഉന്നതന്റെ വന്യനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലവയ്ക്കാമുള്ള നാമം. ആമേൻ. എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലവയ്ക്കാമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. ഭൂതബാധിതർക്കും നരവ്യാധികൾക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നരവ്യാധികൾക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വിടുതലും നൽകും നാമം. ആമേൻ. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വിടുതലും നൽകും നാമം. ആമേൻ. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. ആമേൻ. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുംബനാമം. ഭൂതബാധിതർക്കും നരവ്യാധികൾക്കും
യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ഓ യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം നീതിയോടെ രാജ പാരവൻ വേഗം വരുന്ന നാമം നീതിയോടെ രാജ പാരവൻ വേഗം വരുന്ന നാമം നാടുവഴികളും തന്റെ ശുദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴും നാമം ആമേൻ നാടുവഴികളും തന്റെ ശുദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴും നാമം ഓ യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ആമേൻ യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്നിൽ കനിഞ്ഞ നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്നിൽ കനിഞ്ഞ നാമം അന്യരെല്ലാം മേലെടുത്തു എന്നേക്കുമായി മാറ്റു തന്ന ഉന്നതന്റെ വന്യനാമം ഓ അന്യരെല്ലാം മേലെടുത്തു എന്നേക്കുമായി മാറ്റു തന്ന ഉന്നതന്റെ വന്യനാമം ആമേൻ യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ആമേൻ യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി പാവനാമം പുണ്യനാമം ആമേൻ പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി പാവനാമം പുണ്യനാമം ഓ യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ഓ യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ഓ യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ഓ യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല ഓ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു ആമേൻ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു കാലുകളേറെ കുറെ വഴുതിപ്പോയി കുറിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല കാലുകളേറെ കുറെ വഴുതിപ്പോയി കുറിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല ഓ എന്റെ ദിനമുകൾ ദൈവം മാറ്റിയെഴുതി എന്റെ കാൽ വഴുതുവാനിടവന്നില്ല ആമേൻ എന്റെ ദിനമുകൾ ദൈവം മാറ്റിയെഴുതി എന്റെ കാൽ
ചെയ്യുന്നത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഓ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കാൽ നൽകിടുന്നു. ആമേൻ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ तू महान है प्रभु, तू महान है राजा. അവൻ എനിക്ക് വിശ്വസ്തനായിരുന്നു. അത് ഞാൻ നഷ്ടപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത്, ഞാൻ മാറ്റപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത്, ഞാൻ തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം തന്റെ ഭുജങ്ങളിൽ എന്നെ വഹിച്ചു. അത് എന്നെ അവൻ മറച്ച് സൂക്ഷിച്ചു. ഒരു കോഴി ചിറക് വിരിച്ച് തന്റെ കുഞ്ഞുങ്ങളെ മറച്ച് കാക്കുന്നത് പോലെ അതേ നമ്മെ കാത്ത് പരിപാലിച്ച ദൈവത്തോട് ഇന്ന് രാവിലെ കാലം നമുക്ക് നന്ദി പറയാം. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നാം ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എന്താണ് പകരം നൽകേണ്ടത്? അതെ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, അതെ ഇന്ന് രാവിലെ കാലം സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിച്ച് ദൈവസന്നിധി സന്തോഷിപ്പാനും ഒരു പുതിയ ബലത്തോടും പുതിയ അഭിഷേകത്തോടുകൂടെ മടങ്ങിപ്പോകുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ അത്ഭുതകരമായ നടത്തിപ്പിനായി
ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നീ എത്ര നല്ല ദൈവമാണ്. നിന്റെ വിശ്വസ്തകളെ, നിന്റെ കരുണകളെ ഇന്ന് രാവിലെ കാലം ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരി. ആമേൻ. പ്രൈസ് ദി ലോർഡ് ജീസസ്. നമുക്ക് 4-ാം സങ്കീർത്തനം വാക്യങ്ങളായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാംസ് 4 പ്രാർത്ഥനയോടെ സാവകാശമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ രാജ്യത്ത്, ലോകത്തിന്റെ അതേ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം മനുഷ്യനെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ, മനുഷ്യനെ ഭാരത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥകൾ. എന്നാൽ ഇതിനൊക്കെ നടുവിൽ ഭയം കൂടാതെ പാർക്കുവാൻ, ഭയം കൂടാതെ അത് ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. എന്തുകൊണ്ടാണ്? ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ അരുമാനാഥന്റെ ആ വചനപ്രകാരം കർത്താവ് നമ്മോട് കൂടി ഇരുന്ന് നമ്മെ നടത്തി വന്ന വഴികളെ നമുക്ക് ഓർക്കാം. ഇന്ന് പകൽക്കാലം നാം ആരും മൗനം പാലിക്കാതെ നമ്മുടെ ഹൃദയം തുറന്ന്, നമ്മുടെ വാ തുറന്ന് ദൈവസന്നിധിയിൽ അതെ നമുക്ക് സന്തോഷിപ്പാൻ ദൈവം തന്നിരിക്കുന്ന ഈ സാവകാശം, ഭവനങ്ങളിൽ ആയിരിക്കുമ്പോൾ അതെ ഒരു ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടെ, ദൈവഭക്തിയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ കർത്താവേ, ഇന്ന് രാവിലെ കാലം എന്നെ സന്തോഷിപ്പിക്കണമേ. ഇന്ന് രാവിലെ കാലം ആരെങ്കിലും ശരീരത്തിൽ രോഗം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ രാവിലെ കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു സൗഖ്യമാകുവാൻ, അത് ബലഹീനർ ബലപ്പെടുവാൻ ഇടയായി തീരട്ടെ, രോഗികൾ സൗഖ്യമാകുവാൻ ഇടയായി തീരട്ടെ. അതിനാ ദൈവകരങ്ങളിൽ സമർപ്പിക്കാമല്ലോ. ദൈവം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട്, ദൈവം തന്ന സന്തോഷത്തെ ഓർത്തുകൊണ്ട് അതേ ദൈവസന്നിധിയിൽ ചില കോറസുകൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ, അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലവൻ എന്നോടു ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലവൻ എന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളം കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ, അവനെന്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. ബലഹീനനെന്നു കരുതിയ അന്നാളിലവൻ എന്നോട് ചൊല്ലി.
ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനോടു ചൊല്ലി ശക്തനാകുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ശക്തനാകുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ സന്തോഷം അവനൻ ബലം പാരിതൽ പാർക്കുന്ന അവനൻ അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവ്വമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവ്വമേ. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി. ഓ മനുഷ്യരാ സാധ്യമാ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനോട് ചൊല്ലി. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനോടു ചൊല്ലി. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നവൻ.
ആർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. മനുഷ്യരാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ ഒരുമിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ. നന്ദി യേശുവേ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. രാവിലെ കാലം സർവശക്തന്റെ സന്നിധിയിൽ വന്ന സർവജ്ഞാനിയുടെ അടുക്കൽ വന്ന് നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നമ്മെ വീണ്ടെടുത്താരുമനാഥന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഓർക്കുക, എനിക്കെന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. അവൻ തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, തന്നോട് കൂടി ഇരിക്കേണ്ടതിന്, പ്രസംഗിക്കുവാൻ അയക്കേണ്ടതിന് ഭൂതങ്ങളുടെ മേൽ എല്ലാം അധികാരം കൊടുത്തുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയാണ്. തനിക്ക് ബോധിച്ചവരെ അടുക്കലേക്ക് വിളിച്ചു. ദൈവത്തിൽ ഇന്ന് രാവിലെ കാലം ചിന്തിക്കുക, എന്നെ ദൈവം ഇഷ്ടപ്പെടുവാൻ, എന്നെ ബോധിക്കുവാൻ എന്നിൽ എന്ത് നന്മയുണ്ടായിരുന്നു. ഒന്നിനും കൊള്ളരുതാത്തവരായി വെളിപ്പറമ്പിൽ എറിയപ്പെട്ടു കിടന്നപ്പോ ഒരു കണ്ണിനും ദയ തോന്നാതെ, ഒരു നല്ല സ്വഭാവമില്ലാതെ, ഒരു നല്ല ഗുണമില്ലാതെ,
ഉപയോഗശൂന്യമായ എന്നെ അവൻ ഇഷ്ടപ്പെടുവാൻ, എന്നെ അവന്റെ അടുക്കൽ വിളിക്കുവാൻ, അവന്റെ അടുക്കൽ ചേർന്നിരിപ്പാൻ അത് എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്നോർക്കുമ്പോ ഇന്ന് രാവിലെ കാലം ദൈവത്തില് നമ്മുടെ ഹൃദയം നന്ദിയാകുന്നതുണ്ട്. അത് അഭിമാസം 10-ാം തീയതി ഒരാട്ടിൻകുട്ടിയെടുത്ത് 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുത്ത് അതിന്റെ രക്തം കട്ടേക്കാൽ മേലെ കുറുമ്പടി മേലെ പുരട്ടി അതിന്റെ മാംസം തീയിൽ ചുട്ട് കയ്പ് ചീരിയോടുകൂടെ തുടുക്കത്തോടുകൂടെ തിന്നുന്ന ജനം. അതെ, ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. ഒരു കുഞ്ഞാട് അടക്കപ്പെട്ട ദിനം. ഓ, ആ കുഞ്ഞാട് രക്തം കട്ടേക്കാൽ മേലും കുറുമ്പടി മേലും പുരട്ടിയ ദിനം. രാവിലെ കാലം ദൈവത്തിന്റെ ബദല് നമ്മുടെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കാത്ത, ദൈവം ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ കാണാം. ആ കർത്താവേ അത് അങ്ങനെ ചെയ്തില്ലല്ലോ, എന്റെ കടഭാരം മാറ്റിയില്ലല്ലോ, എന്റെ രോഗം സൗഖ്യമാക്കിയില്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് വിദേശ യാത്ര കിട്ടിയില്ലല്ലോ, അതിന് നന്മ എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ നിന്നെ നിരുത്സാഹപ്പെടുത്തുവാൻ നിന്റെ മുമ്പിലേക്ക് പിശാച് കൊണ്ടുവരുമായിരിക്കാം. എന്നാൽ പറയട്ടെ, അത് ആ നന്മ കിട്ടിയില്ലെങ്കിലും, ആ വീട് കിട്ടിയില്ലെങ്കിലും, ആ കടഭാരം മാറിയില്ലെങ്കിലും, ഹല്ലേലൂയ, ഇന്ന് രാവിലെ ആ ക്രൂസിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ, ആ ക്രൂസിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ എനിക്ക് വേണ്ടി പടഞ്ഞു മരിക്കുന്നു, എനിക്ക് വേണ്ടി അവസാനങ്ങളിൽ രക്തം വരെ ഊറ്റി എന്നെ സ്നേഹിച്ച അരുമനാഥന്റെ സ്നേഹം, എന്നെ വീണ്ടെടുത്ത് അവന്റെ സ്നേഹം ഓർക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നും ലഭിച്ചില്ലേലും ആ ക്രൂസിൽ സന്തോഷിപ്പാൻ, ആമേൻ ആമേൻ, ആ രക്ഷയിൽ ആനന്ദിപ്പാൻ ഇന്ന് രാവിലെ കാലം ഞാൻ സന്തോഷമുള്ളവനാണ്. അതെ, ദൈവത്തിന്റെ മക്കള്, നമുക്ക് ഹല്ലേലൂയ, നമ്മെ വീണ്ടെടുത്ത വീണ്ടെടുപ്പിൽ സന്തോഷിക്കാം, ആ രക്ഷയിൽ സന്തോഷിക്കാം. ലഭിക്കാത്തതിനെ കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെട്ട് മനസ്സ് കലങ്ങി ഭാരപ്പെട്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, ഓ മന്ദത പിടിച്ച് അതെ മുന്നോട്ട് പോകുവാൻ അല്ല ദൈവം നമ്മെ വിളിച്ചത്. കിട്ടിയ നന്മകളെ ഓർക്ക്, കിട്ടിയ വിടുതലിനെ ഓർക്ക്. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം തന്നില്ലേ? ഓ ഹല്ലേലൂയ, ദൈവരെ കാത്തില്ലേ? ഓ ഹല്ലേലൂയ, നല്ല കുടുംബജീവിതം തന്നില്ലേ? ഓ ദൈവസഭ അല്ലെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അടുത്തൊരുക്കി തന്നില്ലേ? ഓ രബ സന്തന റിഗദന രുബല അതുരെ റിബ രബ നഗദേ രംദ ബാലബ നഗദേ രംദ റിബ രബ ബബ ബബ രബ രബ രബ. ഈ സേവകൾ പലപ്പോഴും കിട്ടിയതിനെയൊക്കെ അവര് മറന്നേച്ച് കിട്ടാത്തതിനെ കുറിച്ച് അവർ ആവലാതി പറയുക. ഓ, കിട്ടതിന്റെ നന്ദി അവർക്ക് വർണ്ണിപ്പാൻ കഴിയുന്നില്ല. ഓ, അവര് പറയുകയാണ്, ഓ ഞങ്ങൾ നിശ്ചയമില്ലാത്തപ്പോൾ വില കൂടാതെ തിന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മത്തങ്ങ, ഉള്ളി, ചുറ്റുള്ളി, ഇങ്ങനെ വില കൂടാതെ ഈ മരുഭൂമി ഞങ്ങൾക്ക് വെറും മഞ്ഞയല്ലാതെ ഒന്നുമില്ല, മഞ്ഞയല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ഓ, ഈ മഞ്ഞ എന്താണ് ദൈവത്തില്? ശക്തന്മാരുടെ ആഹാരമായിരുന്നു. ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന ആഹാരമല്ലായിരുന്നു. ഓ രബാ 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 രബാ. ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് ഒഴിച്ചത് ആർക്ക് വേണ്ടിയോ? അവൻ ആർക്കും കടക്കാരനല്ല. ഓ ഹല്ലേലൂയ, അവൻ ആർക്കും കടക്കാരനല്ല. അബ്രഹാമേ, നിന്റെ കൂടാരത്തിൽ വന്ന ആ പുരുഷന്മാരെ സൽക്കരിക്കുവാൻ ഒരു 3 അടങ്ങി മാവതി അളന്നെടുത്തെങ്കിൽ മരുഭൂമിയിൽ അവന്റെ സന്തതി അതെ മുന്നോട്ട് അതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഓരോരുത്തരുടെ ഇടങ്ങളിൽ വീതം ദൈവം അളക്കാൻ തുടങ്ങി. അവൻ ആർക്കും കടക്കാരനല്ല. സഹോദരി വിളിച്ചു വരട്ടെ, ദൈവം നിനക്ക് കടക്കാരനല്ല. സഹോദര വിളിച്ചു വരട്ടെ, ദൈവം നിനക്ക് കടക്കാരനല്ല. അല്ലെ കുഞ്ഞെ വിളിച്ചു വരട്ടെ, ദൈവം നിനക്ക് കടക്കാരനല്ല. അവൻ ആർക്കും കടക്കാരനല്ല.
അവൻ ആർക്കൊരു ബാധ്യതയല്ല. എന്റെ തമ്പുരാനെ നീ ചുമന്നെങ്കിൽ, എന്റെ തമ്പുരാനെ നീ ചുമന്നെങ്കിൽ. ഓ ഹല്ലേലൂയ. ഒരു 5 മിനിറ്റ് അധികം നീ സ്തോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു 10 സ്തോത്രം അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരാർക്ക് കടക്കാരല്ല. ഒരു പാത്രം പച്ചവെള്ളമെടുത്ത്, ഒരു പാത്രം വെള്ളമെടുത്ത് അവന്റെ നാമത്തിൽ നീട്ടിയത് ഒരു യാഥാർത്ഥ്യമെങ്കിൽ ദൈവം നിനക്ക് കടക്കാരനല്ല. ദൈവം നിനക്ക് കടക്കാരനല്ല. ഓ വിധവയോട് പറയുന്നു, ആദ്യം ഉണ്ടാക്കുന്ന അട നീ അതെ കൊണ്ടുവാ. ഓ അവൾ ആദ്യം ഉണ്ടാക്കിയ അട ഏലിയാവിന് വേണ്ടി നീട്ടി. ഓ കലത്തിൽ അല്പം മാവ്, ഭരണിയിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രവാചകന് വേണ്ടി ഒരട ആദ്യമായി അവൾ ഉണ്ടാക്കി. എന്താ സംഭവിച്ചത്? ദൈവമാർക്കും കടക്കാരനല്ല. ആ ക്ഷാമകാലം തീരുന്നത് വരെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞില്ല. ആ വീട് ഒരു അത്ഭുത വീടായി മാറി. ആ വീട് ഒരു അത്ഭുതത്തിന്റെ വീടായി മാറി. കേൾക്കുന്നവര് അറിയുന്നവര് അത്ഭുത വീട്, അത്ഭുത വീട്. സഹോദരി, എന്താ ഇതിന് മർമ്മം? എന്താ? അവള് പറയും, ഞാനും മോനും ക്ഷാമം അതികഠിനമായപ്പോൾ എന്റെ വീട്ടിൽ, എന്റെ കലത്തിനകത്ത് ഒരല്പം മാവുണ്ടായിരുന്നു, ഭരണിയിൽ ഒരല്പം എണ്ണ ഉണ്ടായിരുന്നു. ഞാനും മോനും അത് ഉണ്ടാക്കുന്നു വെച്ച് ഞങ്ങൾ ചാകാൻ വേണ്ടി തീരുമാനിച്ചതാ. ഞങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി തീരുമാനിച്ചതാ. ഓ ഹല്ലേലൂയ. തമ്പുരാന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു. ഒരു പ്രവാചകനെ അയച്ചു. സാരാപാത്തിൽ വേറെ വിധവകളില്ലാഞ്ഞിട്ടല്ല, വേറെ ആളുകളില്ലാഞ്ഞിട്ടല്ല. ഓ എന്റെ അടുക്കലേക്ക് അവരെ വിട്ടതാ. തമ്പുരാൻ എന്നോട് ഇഷ്ടം തോന്നി, എന്റെ കുഞ്ഞിനോട് ഇഷ്ടം തോന്നി, എന്റെ കുടുംബത്തോട് ഇഷ്ടം തോന്നി. സഹോദര, സഹോദരി, കുഞ്ഞെ, നീ എന്നെ തകർന്നു പോകേണ്ടതായിരുന്നു. ചിന്തിച്ചിട്ടില്ലേ? അങ്ങ് തീർത്തേക്കാം. ഇനി എന്തിന് ജീവിക്കുന്നു? സാത്താൻ ചിന്ത കൊണ്ടുവന്നില്ലേ? എന്നാൽ ഹല്ലേലൂയ, കർത്താവിന്റെ സ്നേഹം നിന്റെ അടുക്കലേക്ക് വന്ന് നിന്നെ വാരി പുണർന്ന് നിന്നെ സ്നേഹിച്ച് ഇതുവരെ ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുമ്പോ, നിന്റെ കുഞ്ഞുങ്ങളെ നിർത്തിയിരിക്കുമ്പോ, നിരാവിലെ കാലം പാട്, ഉറച്ചു പാട്, ഉറച്ചു പ്രാർത്ഥിക്ക, ഉറച്ച് ആരാധിക്ക. ആ വാദ്യോപകരണങ്ങളൊന്ന് എടുക്ക്. അത് പൊടി പിടിച്ചിരിക്കുന്ന നിങ്ങൾ പൊടിയൊന്ന് മാറ്റിക്കള. അതിന്റെ കമ്പികളൊക്കെ ഒന്ന് ശരിയാക്ക. ഓ അതിന്റെ കമ്പികളൊക്കെ ഒന്ന് ശരിയാക്ക. നീ പാടാൻ തുടങ്ങ്, നീ പാടാൻ തുടങ്ങ്, നീ പാടാൻ തുടങ്ങ്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സറണ്ടർ ചെയ്യാം. നമ്മൾ പുറകോട്ട് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും ഭാരങ്ങളും ജീവിതത്തിലേക്ക്, ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് വന്നു. ഏതെല്ലാം നിലയിൽ അവർ ലോകത്തിൽ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടന്നുപോയി. എന്നാൽ തമ്പുരാന്റെ സ്നേഹവും കരുണയും കരുതലും ഒക്കെ നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് രാവിലെ കാലം നാം ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ആ തുറന്ന് 10 സ്തോത്രം പറയുന്നതിൽ നമുക്ക് മടിയാണെങ്കിൽ, നമുക്ക് അതിനൊരു ഉണർവ് കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കണം. കർത്താവേ, എന്താ അതിന്റെ കാരണം? എനിക്ക് സ്തോത്രം പറയാൻ കഴിയാതിരിക്കുന്നത് എന്താണ് എന്ന്
നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, എന്താ എനിക്ക് സ്തോത്രം പറയാൻ പറ്റാത്തത്? ദൈവം എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് രാവിലെ കാലം ദൈവത്തെ ആരാധിക്കുന്നതിൽ മുന്നിൽ വരാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. ദൈവസന്നിധിയിൽ തലകളെ വണങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ചില കുടുംബങ്ങൾ കേരളത്തിലാണ്. കേരളത്തിൽ സഭകളിൽ ആരാധന തുടങ്ങി. അവര് അവിടെ ആരാധനയ്ക്ക് പോകുന്ന കാര്യം ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. രജിവറുടെ കുടുംബം, ബാബുരുടെ കുടുംബം, ജോൺബറുടെ കുടുംബം അവരൊക്കെ കേരളത്തിൽ ആയിരിക്കുന്നു. അവര് കൂടുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ കൂടുന്ന സഭകളിൽ ആരാധനയ്ക്ക് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ കാലം ചർച്ചിൽ ഒരു ചെറിയ കൂട്ടം, ബാക്കിയുള്ളവര് ഭവനങ്ങളിൽ. ദൈവം എല്ലാവരെയും ഈ ദിവസങ്ങളിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് വളരെ ശക്തിയായി ഇടപെട്ടുകൊണ്ടിരുന്ന ദിനങ്ങളായി. ആത്മീയമായി ഉന്നതമായ തലത്തിലേക്ക് തന്റെ ജനത്തെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ദൈവിക സന്ദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം അറിയിച്ചുകൊണ്ടിരുന്നു. അധികം പേരൊന്നും ഇല്ലായിരുന്നു, 3 പേരൊക്കെ ഉള്ളൂ പ്രാർത്ഥനയ്ക്ക്. അതെ, 3 പേരെ ഉള്ളെങ്കിലും 2.5-2.25 മണിക്കൂർ പോകുന്നത് അറിയുന്നില്ല. 5 മിനിറ്റ് ഇരിക്കുന്നത് പോലെ തോന്നുന്നുള്ളൂ. അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ആലയത്തിൽ വന്ന് വെളിപ്പെടുന്ന ഒരു അനുഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെട്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ആളുകളുടെ പെരുപ്പത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ആത്മാക്കളുടെ ഒരുക്കത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. 3 പേരെ ഉള്ളെങ്കിൽ മതി. അനീഷ് കാവാലം പാസ്റ്റർ പറയുന്ന പോലെ 2 പേരെ ഉള്ളെങ്കിൽ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും അതൊരു പ്രത്യേക സന്തോഷവും വിടുതലുമാണ്. കഴിഞ്ഞ ദിവസം ചില പാസ്റ്റർമാരോട് സംസാരിച്ചപ്പോൾ പാസ്റ്റർമാർ പറഞ്ഞു, പാസ്റ്റർ ഇപ്പൊ വിശ്വാസികൾക്ക് ആലയത്തിൽ വരണമെന്നൊന്നും ഇല്ല, അവർക്ക് ഇങ്ങനെ വീട്ടിൽ ഇരുന്നാൽ മതി. കാര്യം ആരാധന നടക്കുമ്പോഴും വീഡിയോ ഓൺ ചെയ്യാതെ വേണമെങ്കിൽ ഉള്ളി അരിയാനൊക്കെ പറ്റുമല്ലോ. നമ്മളങ്ങനെ ചെയ്യുന്നവരാണ് നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ആളുകൾക്ക് അത് ആ വിധത്തിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ചില ഭാഷമാർ ഞാൻ അതിന് അങ്ങനെ അങ്ങ് ചെവി കൊടുത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ കാലം ഭവനത്തിലായാലും ആലയത്തിലായാലും ഹൃദയം തുറന്ന് വാ തുറന്ന് ദൈവത്തോട് നന്ദി പറയുന്നതിൽ നാം ഒരിക്കലും മടി കാണിക്കേണ്ട ആവശ്യമില്ല. സമയച്ചുരുക്കത്താൻ ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. അത് ഈ ദിവസങ്ങളിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷം ഏറ്റെടുക്കാൻ കഴിയാത്തൊരു പരിസ്ഥിതിയിൽ വന്നിരിക്കുമ്പോൾ ഈ ഇടുക്കത്തിന്റെ സാഹചര്യത്തിലും സന്തോഷം കണ്ടെത്താനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പുതിയ മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. ലോകത്തിൽ ഓരോരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പുതിയ പുതിയ മാർഗങ്ങളാണ് ലോകത്തിൽ അത് വന്നിട്ടുള്ളത്. അത് ഒരളവിൽ നമുക്ക് നല്ലതാണെങ്കിലും അത് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവിക സന്തോഷം ഏറ്റെടുക്കാൻ ദൈവം ഹല്ലേലൂയ കാണിച്ചു തന്നിരിക്കുന്ന ആ പഴയ മാർഗം, ആ പഴയ പാത, ആ പാതയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം ഏറ്റെടുക്കാൻ കഴിയുന്നത്. അതേ സങ്കീർത്തനക്കാരൻ 133 സങ്കീർത്തനം പറയുന്നത് എന്താണ്? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അപ്പോൾ ദൈവഭക്തന്മാർ കൂടി ഒത്തൊരുമിച്ച് ആരാധിക്കുന്നത് എന്താണെന്നാ പറയുന്നത്? എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അപ്പോൾ ആ കൂട്ടായ്മയെ ശുഭമാക്കി തീർക്കുന്നത്, മനോഹരമാക്കി തീർക്കുന്നത് എന്താണ് വാസ്തവത്തിൽ? നമ്മുടെ ജ്ഞാനമോ നമ്മുടെ പണമോ നമ്മുടെ മറ്റ് കഴിവുകളോ ഒന്നും തന്നെയല്ല. പിന്നെയോ അതിനെ മനോഹരമാക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം കുറയുമ്പോൾ, ദൈവത്തിന്റെ കൃപ കുറയുമ്പോൾ അത് കൂട്ടായ്മകളിൽ എന്താണ്? അത് വേണ്ടത്ര സന്തോഷം ഏറ്റെടുക്കാൻ കഴിയാതെ വരും. അപ്പൊ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, അതിൽ സഹോദരിമാരും ഉണ്ട്. സഹോദരന്മാരെ കാര്യം മാത്രം പറയുന്നുള്ളൂവെങ്കിലും സഹോദരിമാരും ഉണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ദൈവസന്നിധിയിൽ ഒരുമയോടുകൂടി വരുമ്പോൾ ആണ്
അവിടെ വാസ്തവത്തിൽ തികഞ്ഞ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. അതിന് പിശാച് ഈ അന്ത്യകാലഘട്ടത്തിൽ ചെയ്തിരിക്കുന്ന പിശാചിന്റെ വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്, പിശാച് ഒരു കാലഘട്ടത്തിൽ പുറമെ നിന്നുകൊണ്ട് ദൈവസഭയോട് യുദ്ധം ചെയ്തു നോക്കി. പുറമെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തപ്പോഴൊക്കെ ദൈവസഭ തളരാതെ ആത്മാവിൽ ജ്വലിച്ച് മുന്നോട്ട് പോയി. നമുക്കറിയാം, സ്തേഫാനോസിന് ഉണ്ടായ ആ അന്ത്യത്തിന്റെ ശേഷം എന്ത് ചെയ്തു? വിശ്വാസികൾ എന്ത് ചെയ്തു? ചെതറിപ്പോകുന്നതായി നാം കാണുന്നു. ആ ഉപദ്രവത്തിൽ എന്ത് ചെയ്യുന്നു? ആ വലിയ ഉപദ്രവത്തിന്റെ നടുവിൽ ജനം ചെതറിപ്പോകുകയാണ്. എന്നാൽ ചെതറിപ്പോയവർ അവിടങ്ങളായി സഞ്ചരിക്കുകയും വചനം പ്രസംഗിക്കുകയും മാത്രമല്ല, അനേകർ കർത്താവിന്റെ അടുക്കലേക്ക് വരുവാനിടയായി. ആ കാലഘട്ടത്തിൽ ദൈവമക്കൾ ഒത്തൊരുമിച്ച് കർത്താവിന് വേണ്ടി ഒരു മനസ്സോടെ നിന്നതുകൊണ്ട് ദുഷ്ടമൃഗത്തിന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോഴും, എണ്ണയൊഴിച്ച് തീ കൊളുത്തുമ്പോഴും, ഈർച്ചവാൾ കൊണ്ട് അടുത്തു കൊല്ലുമ്പോഴൊക്കെ ദൈവസഭ ക്ഷീണിക്കാതെ ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ആരും എന്താണ് പുറകോട്ട് പോകാതെ എല്ലാവരും ആത്മാവിൽ കത്തുന്ന ഓരോ തീ പന്തങ്ങളായി ശോഭിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുറമേ നിന്ന് ഉള്ള എതിർപ്പുകൾ ഒരിക്കലും ദൈവസഭയെ ക്ഷീണിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ പല സ്ഥലത്തും പുറമേ നിന്നുള്ള എതിർപ്പുകൾ ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കുണ്ട്. പക്ഷെ അവിടെ ഒന്നും ക്ഷീണിക്കുന്നില്ല. അവർ ശക്തിയോടെ കർത്താവിനെ സാക്ഷീകരിച്ച് മുന്നോട്ട് പോകുകയാണ്. എന്നാൽ അത് മനസ്സിലാക്കിയ പിശാച് അത് എന്ത് ചെയ്തു? ദൈവജനത്തെ ക്ഷീണിപ്പിക്കുവാനും അവരുടെ സന്തോഷത്തിൽ നിന്ന് അവരെ തള്ളിയിടുവാനുമായി എന്ത് ചെയ്തു? പുതിയ സാത്താന്റെ പദ്ധതിയാണ്. സാത്താൻ അകത്തേക്ക് പ്രവേശിച്ചു. പരസ്പരം ഒത്തൊരുമിച്ച് പോകാൻ കഴിയാത്ത വിധത്തിൽ ഇടർച്ചകൾ ഉണ്ടാക്കി പരസ്പരം അതേ ഹൃദയങ്ങളെ തമ്മിൽ അകറ്റി ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുപോകും. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ആ സന്തോഷം ഏറ്റെടുക്കാൻ കഴിയാതെ ചോദിച്ചപ്പോൾ, ഓ ഇങ്ങനെ അങ്ങ് പോകുന്നു പാസ്റ്ററെ എന്നേ ഉള്ളൂ. ഓ ഇങ്ങനെ അങ്ങ് തട്ടിമുട്ടി പോകുന്നു എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സന്തോഷം ഏറ്റെടുക്കാൻ കഴിയാതെ വിഷമിച്ച് അതേ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. എന്നാൽ എപ്പോൾ ദൈവജനം ഒരുമിക്കപ്പെടുമോ അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം തന്റെ പ്രവൃത്തിയുടെ കരം നീട്ടി ആ സന്തോഷത്തിലേക്ക് ദൈവജനത്തെ അത് മടക്കി കൊണ്ടുവരുന്നുണ്ട്. ഇത് രാവിലെ കാലം നാം വായിച്ച സങ്കീർത്തനത്തിൽ ആ സന്തോഷത്തെ കുറിച്ച് പറയുവാനാണ് ഞാൻ താല്പര്യപ്പെട്ടത്. അതേ സങ്കീർത്തനം 4:7 വാക്യം വായിച്ചാൽ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. സങ്കീർത്തനക്കാരന്റെ ഭക്തൻ പഴയ നിയമ പശ്ചാത്തലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് ദൈവം അവരെ അനുഗ്രഹിച്ചത് ധാന്യം, വീഞ്ഞ്, എണ്ണ, പൊന്ന്, വെള്ളി, കന്നുകാലികൾ, ആടുമാടുകൾ, ഇങ്ങനെ ഭൗമിക നന്മകൾ കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ ആ നന്മകളുടെ സമൃദ്ധി ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന ഒരു അന്തരീക്ഷം. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ സാമ്പത്തിക സമൃദ്ധിയിൽ സന്തോഷിക്കുന്നു. വീട് കിട്ടുന്ന ഒരു സന്തോഷമാണ്, നല്ല ജോലി കിട്ടുന്നത് സന്തോഷമാണ്, കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്നത് സന്തോഷമാണ്, വിദേശയാത്ര കിട്ടുന്നത് സന്തോഷമാണ്. ഈ ലോകത്തിൽ അങ്ങനെ പലതും അതേ സന്തോഷം ഏറ്റെടുക്കുവാനുള്ള മുഖാന്തരങ്ങളായി നിൽക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇതേ സന്തോഷമാ. ഇത് ഭൗതിക നന്മകൾ തരുന്ന സന്തോഷമല്ല. പിന്നെയോ സ്വർഗം തുറന്ന്
സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ സന്തോഷമാണ്, ദൈവം തരുന്ന സന്തോഷമാണ്. ഇത് ലോകത്തിന് എടുക്കാൻ പറ്റാത്ത സന്തോഷവുമാണ്. അതെ, ഈ ലോകത്തിലെ ഭൗമിക സമ്പത്തുകളിൽ ആശ്രയിച്ച് സന്തോഷിക്കുമ്പോൾ അതിന്റെ ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ സന്തോഷവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനൊരു ഉദാഹരണമാണ് യോന. ആവണക്ക് നിമിത്തം എന്ത് ചെയ്തു? അവൻ അത്യന്തം സന്തോഷിച്ചു. എന്ന് പറഞ്ഞാൽ അവന്റെ തലയ്ക്ക് മുകളിൽ ഒരാവണക്ക് മുളച്ചു പൊങ്ങി, ദൈവം മുളപ്പിച്ചു. അതിന്റെ തണലിൽ അവനിങ്ങനെ സന്തോഷിക്കുക, അത്യന്തം സന്തോഷിച്ചു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ ആവണക്ക് ഉണങ്ങി, തണല് നഷ്ടപ്പെട്ടു. അവന്റെ സന്തോഷം അതോടെ നഷ്ടപ്പെടുക. ഞാൻ പറഞ്ഞ ലോകത്തിലെ അതേ ചില തണലുകൾ ആശ്വാസമാണ്, എന്നാൽ അത് നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സന്തോഷമല്ല ഒരു ഭക്തന്റെ സന്തോഷം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലും ജീവിതത്തിന്റെ ഭാരമേറിയ അനുഭവങ്ങളിലും അതേ ജീവിതത്തിന്റെ കഷ്ടതയുടെ മേടുകളിലും ആ സന്തോഷം അത് നഷ്ടപ്പെടാതെ സന്തോഷിക്കുന്ന സന്തോഷമാണ് ഒരു ദൈവഭക്തന്റെ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പിതാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ വളരെ ഞെരുക്കവും പട്ടിണിയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതില്ല എന്നല്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് കാണും. അതെ, ദിവസങ്ങളോളം കുഞ്ഞുമക്കൾക്ക് ആഹാരം കൊടുക്കാനില്ലാതെ അവരെ തളർന്നു കിടക്കുമ്പോഴും അവരെ പാട്ടിന്റെ ശബ്ദത്തിന് കുറവ് വന്നില്ല, അവരെ സ്തോത്രത്തിന്റെ സ്വരത്തിന് കുറവ് വന്നില്ല, അവരുടെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കുറവ് വന്നില്ല, അവർ വരുത്തിയില്ല. കാര്യം എന്താണ്? സ്വർഗം കൊടുക്കുന്ന സന്തോഷം ജീവിതത്തിന്റെ സമൃദ്ധിയിൽ മാത്രമല്ല, ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിലും ആ സന്തോഷം നഷ്ടപ്പെടാതെ അത് സൂക്ഷിക്കുന്നവരാണ് ദൈവമക്കൾ. ഇന്ന് രാവിലെ കാലം ദൈവത്തിലെ ജീവിതത്തിന്റെ പ്രതിസന്ധി വരുമ്പോൾ, ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ വരുമ്പോൾ അത് സന്തോഷിക്കാൻ കഴിയാതെ നാം ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ് സാത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് രാവിലെ കാലം വിളിച്ചു പറ, ഈ ഞെരുക്കത്തിന്റെ ഈ കാലഘട്ടത്തിലും ഈ ഭാരതത്തിന്റെ കാലഘട്ടത്തിലും ഈ ബുദ്ധിമുട്ടിന്റെ കാലഘട്ടത്തിലും ഞാൻ സന്തോഷിക്കുമെന്ന് ഹബക്കൂക്കിനെ പോലെ വിളിച്ചു പറ. ഹബക്കൂക്ക് കഥ പറയുന്നത് തന്റെ ഭൗതിക മണ്ഡലം മുഴുവനും ആ വാതിലെല്ലാം അടഞ്ഞു പോയാലും അദ്ദേഹം പറയുന്നതാണ്. 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചാട്ടെ. ഹബക്കൂക്ക് 3:18 വായിച്ചേ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ അത്തിവൃക്ഷം തളിത്തില്ലെങ്കിലും മുന്തിരിവള്ളി അനുഭവം തന്നില്ലെങ്കിലും ഓലിവൃക്ഷം നിഷ്ഫലമായി പോയാലും നിലങ്ങൾ ആഹാരം വിളയിക്കാതിരുന്നാലും ആട്ടിൻകൂട്ടം തൊഴുത്തിന്ന് നശിച്ചു പോയാലും ഗോശാലകളിൽ കന്നുകാലി ഇല്ലാതെ വരുന്ന ഒരു സമയം ഉണ്ടായാലും അവക്കൊക്കെ വിളിച്ചു പറയുന്നു, എന്റെ സന്തോഷം നഷ്ടപ്പെടുന്നതല്ല, എന്റെ സന്തോഷം കന്നുകാലി തൊഴുത്തിന്ന് വരുന്നതല്ല, എന്റെ സന്തോഷം അത്യുഷത്തിൽ നിന്ന് വരുന്നതല്ല, എന്റെ സന്തോഷം എന്റെ വീണ്ടെടുപ്പുകാരൻ തന്ന സന്തോഷമാണ്. അത് ഉയരത്തിൽ നിന്ന് വരുന്ന സന്തോഷമാണ്, ഉയരത്തിൽ നിന്ന് കിട്ടിയ സന്തോഷമാണ്. ഞാൻ രക്ഷയുടെ ദൈവത്തിൽ ആനന്ദിക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഏറ്റവും സന്തോഷിക്കുവാനുള്ളത് എന്റെ കർത്താവ് എന്നെ രക്ഷിച്ച വിധങ്ങളെയാണ് ഓർക്കുമ്പോഴാണ് സന്തോഷിക്കുന്നത്. ദൈവത്തിന്റെ ബദലെ രാവിലെ കാലം അതെ നമുക്കതിൽ സന്തോഷിക്കാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രയാസമേറിയ വേടുകളിൽ എന്താണ് നാം വളരെ സന്തോഷിക്കുന്നു. അതെ, നമുക്ക് വേഗത്തിൽ വരാം. അതെ 137-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം വായിച്ചാട്ടെ. Psalms 137 verse 3 വേഗത്തിൽ വായിക്കാം. എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? മതി, നമുക്ക് അതിന്റെ ചരിത്രമൊക്കെ അറിയാം. ദൈവത്തിന്റെ ജനമായ ഇസ്രായേല് ദൈവത്തോട് പാപം ചെയ്ത് അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം അവരോട് മുന്നമേ പറഞ്ഞത് അനുസരിച്ച് തന്നെ അതെ അവര് യെരൂശലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പ്രവാസികളായി പോകേണ്ടി വന്നു. ദൈവം എന്ത് ചെയ്തു? നെബൂഖദ്നേസർ രാജാവിനെ
വിളിച്ചു വരുത്തി അതെ യെരൂശലേമിൽ ഉണ്ടായിരുന്ന ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും മാത്രമല്ല ആലയം എല്ലാം തകർത്ത് എല്ലാം കൽക്കുന്നാക്കി ആമേൻ പ്രൈസ് എല്ലാം നഷ്ടപ്പെട്ടു. അവർ പ്രവാസികളായി ഇപ്പോൾ ബാബിലോണിലാണ്, പ്രവാസികളായി അവരവിടെ പാർക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ദേശക്കാരായ ആളുകൾ എന്ത് ചെയ്യുന്നു? അതെ, അവരെ കുറിച്ച് ഉള്ള അറിവിന്റെ വെളിച്ചത്തിൽ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വലിയ പാട്ടുകാരാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പാടി സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ. മാത്രമല്ല ഞങ്ങളെ പീഡിപ്പിച്ചവർ ഞങ്ങളെ സന്തോഷത്തെ കുറിച്ച് ഞങ്ങളോട് ചോദിച്ചു. നിങ്ങൾ ഇങ്ങനെ സന്തോഷിച്ച ആളുകളാണല്ലോ, നിങ്ങൾ സിയോൻ ഗീതങ്ങൾ പാടി നൃത്തം ചെയ്തവരാണല്ലോ, അതൊന്ന് പാടാമോ? ഞങ്ങളൊന്ന് കേൾക്കട്ടെ, നിങ്ങളൊന്ന് നൃത്തം ചെയ്യാമോ? അവര് പറയുകയാണ്, ഞങ്ങൾക്ക് പാടുന്നതിന് വ്യവസ്ഥയും ചിട്ടയും ഒരു ക്രമീകരണമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ചെന്നൊന്നും പാടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പാടാൻ വേണ്ടി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങളും വാദ്യോപകരണങ്ങളും അതിനുവേണ്ട വിശുദ്ധീകരണങ്ങളും അതിനുവേണ്ട ക്രമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പാടിയപ്പോഴാണ് സ്വർഗ്ഗത്തിൽ നിന്ന് തിരുസാന്നിധ്യം ഇറങ്ങി വരികയും ആലയം മുഴുവൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ ആലയം മുഴുവൻ ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയപ്പെടുകയും ജനങ്ങൾ സന്തോഷിക്കുകയും ചെയ്ത ഹല്ലേലൂയ അനുഭവങ്ങൾ, അങ്ങനെ പല സന്ദർഭങ്ങളിൽ അതെ ഹല്ലേലൂയ ഞങ്ങൾ പാടി സന്തോഷിച്ചവരെ. പക്ഷെ ഇപ്പോൾ ഈ അന്യദേശത്ത് ഞങ്ങൾക്ക് പാടാൻ പറ്റത്തില്ല. അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക, അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. ഇപ്പോൾ അതൊന്നും അതെ ഉപകരണങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അവിടെ കിന്നരങ്ങളെല്ലാം എന്തിരിക്കുന്നു? അലനിമിഷത്തിന്മേൽ തൂക്കിയിട്ടിരിക്കുക. ആ പഴയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. സഹോദര, അന്യഭാഷ പറഞ്ഞ ഓർമ്മ മാത്രമേ ഉള്ളൂ. അന്യഭാഷയിൽ പാടി ഓർമ്മ മാത്രമേ ഉള്ളൂ. പാടുന്നുണ്ടോ ഇന്ന്? പക്ഷെ ഞാൻ നേരത്തെ പാടിയത് ഇപ്പൊ ഞാൻ പാടുന്നില്ല. ഇപ്പൊ പാടുന്നില്ല, ഇന്നോട്ട് പാടാൻ തുടങ്ങിക്കോ. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരോട് പറയുക, നിങ്ങൾ നേരത്തെ പാടിയതാ ശരിയാ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇന്ന് പാടുന്നുണ്ടോ നിങ്ങള്? ഇന്ന് പാടാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ എനിക്ക് അന്ന് പാടിയതുപോലെ പാടാൻ കഴിയുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണേ. നമ്മൾ ദൈവസന്നിധി വരുമ്പോ ഈ സ്റ്റൈലൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നും. തമ്പുരാന്റെ മുമ്പിൽ ഒരു പൊട്ടനെ പോലെ അല്ലെങ്കിൽ ഒരു വോഷനെ പോലെ ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ ആയിത്തീരണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ അകമഴിഞ്ഞ് ആരാധിപ്പാൻ നമ്മളെ തന്നെ സമർപ്പിക്കണം. എത്ര ദിവസം ഇനി മുമ്പിലുണ്ടെന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തതുപോലെ അതേ നാളിനോട് അടുത്ത് വന്നിരിക്കുമ്പോൾ ദൈവത്തില് പണ്ട് പാടിയത് ശരി, ഇപ്പൊ പാടുന്നുണ്ടോ? അവര് പറയുകയാണ്, ഞങ്ങൾ നേരത്തെയൊക്കെ ഒത്തിരി പാടിയതാ, ഒത്തിരി പാടി, ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ പ്രവാസികളായ അന്യദേശത്താണ്. ഹല്ലേലൂയ. യെരൂശലേമിലേക്ക് നോക്കുമ്പോൾ അവിടെ ശൂന്യത മാത്രമേ ഉള്ളൂ. എല്ലാം കൽക്കൊന്നായി കിടക്കുകയാണ്. അവിടെ ആലയമില്ല, അവിടെ യാഗപീഠമില്ല, അവിടെ പുരോഹിതന്മാരില്ല, എല്ലാം 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 തകർന്നു. ഞങ്ങൾ എങ്ങനെ പാടും? ഞങ്ങൾ എങ്ങനെ പാടും സഹോദര? ഈ ദിവസങ്ങളിൽ മനസ്സ് നീറി എങ്ങനെ പാടുമെന്ന്, എങ്ങനെ അന്യഭാഷ പറയണമെന്ന്, അത് എങ്ങനെ ആത്മാവിൽ അതെ സന്തോഷിക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ രാവിലെ കാലം നമുക്കൊരാശയ്ക്ക് വഴിയുണ്ട്, നമുക്കൊരു പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. എന്നും ഇവിടെ കടക്കാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. എന്നും ആലയ പാത്രങ്ങൾ പൊടിപിടിച്ച് ബാബിലോണിൽ കടക്കാൻ അവൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ ഘടികാരത്തിൽ സമയമായപ്പോൾ ദൈവം ഒരു പേർഷ്യൻ രാജാവിനെ അത് എഴുന്നേൽപ്പിച്ച്, കോരേസിനെ എഴുന്നേൽപ്പിച്ച് അവൻ വിളംബരം ചെയ്യുകയാണ്, യെരൂശലേമിൽ നിന്ന് പ്രവാസികളായി വന്നിരിക്കുന്ന ജനം യെരൂശലേമിലേക്ക് തിരികെ പോകണം, അവരവർ ദൈവത്തിന്റെ ആലയം പണിയണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ പേരില് എന്നും ഈ സ്തുതിയിൽ
ഇരിക്കാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ലോക്ക്ഡൌൺ പീരീഡ് ഒക്കെ എന്തിനു തന്നു എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ നിരാശപ്പെട്ട് ഇരിക്കാൻ വേണ്ടി അല്ല. നിന്റെ ജീവിതത്തിൽ പുറകോട്ടിരിങ്ങി ചിന്തിച്ച് എവിടെയൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, എവിടെയൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ട്, പരാജയങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ കണ്ടുപിടിച്ച് ഉണരുവാനുള്ള സമയങ്ങളാണ്. അപ്പോൾ നമുക്കൊരു ആശയ്ക്ക് വഴിയുണ്ട്. ഇനി വായിക്കാം 126 സംഗീതത്തിന് 1 മുതൽ വായിക്കാം. സാംസ് 126 വേഴ്സ് ഒന്നോട്ട് വായിച്ചേ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞു. അതെ, ദൈവം യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞതുപോലെ തന്നെ 70 കൊല്ലം തികഞ്ഞപ്പോൾ ദൈവം അവർക്കൊരു മടങ്ങി വരവ് കൊടുത്തു. സിയോന്റെ പ്രവാസികളെ അവൻ എന്ത് ചെയ്തു? മടക്കി വരുത്തി. ഒരു മടങ്ങി വരവ്, ഒരു മടങ്ങി വരവ്. അന്യഭാഷ അതെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന സഹോദര, ആത്മാവിൽ പാടിയ സഹോദര, ദൈവസന്നിധിയിൽ വന്ന് നൃത്തം ചെയ്ത സഹോദരി, സഹോദര, ഇന്നങ്ങനെ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം മടക്കി വരുത്തുന്നവനാണ്. അവരെ മടക്കി വരുത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പുണ്ടായിരുന്നു. കുറച്ചു കാലം ബാബിലോണിൽ കടന്നു. പാടാൻ കഴിഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, വേദോലെ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തമ്പുരാൻ എന്ത് ചെയ്തു? അവസ്ഥയിൽ നിന്ന് ഒരു മടങ്ങി വരവ് നൽകി. അത് മടക്കി വരുത്തിയപ്പോൾ ചിരിയും നാവിന്മേൽ ആർപ്പുണ്ടായിരുന്നു. വായിച്ചേ. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. അന്ന് അവര് പറഞ്ഞു, ഞങ്ങളുടെ നടുവിൽ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? വൻകാര്യം ചെയ്തു. നാട്ടുകാർ പറഞ്ഞതാ, ഇനി എഴുന്നേൽക്കത്തില്ല കൂട്ടം, ഇനി അവർക്കൊരു പച്ച ഉണ്ടാകത്തില്ല, ബുദ്ധി ഉണ്ടാകത്തില്ല, നന്മ ഉണ്ടാകത്തില്ലെന്ന് ചുറ്റുപാടുകൾ പറഞ്ഞതാ. അവര് തീരത്തേ ഉള്ളൂ. ഇനി അവര് മടങ്ങി വരികയോ ആലയം മണിയോ യാഗപീഠം മണിയോ സന്തോഷിക്കൊന്നും ചെയ്തില്ല. തീർന്നു, അവരുടെ കഥ തീർന്നു. ചുറ്റുപാട് പറഞ്ഞു കാണും. എന്നാൽ അവരെന്താ പറയുന്നത്? യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഓ യഹോവ ഞങ്ങൾ എന്ത് ചെയ്തു? വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് എന്ത് ചെയ്യും? ജാതികളുടെ ഇടയിൽ പറയും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒന്ന് പച്ച പിടിച്ച് തഴയ്ക്കാൻ, നിന്ദിച്ചവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയത്തക്കോണം ഒരു നല്ല അനുഭവത്തിലേക്ക് ദൈവം തന്റെ ജനത്തെ കൊണ്ടുവന്നു. ദൈവസഭയോടുള്ള സന്ദേശം പറയട്ടെ. ഒരിക്കൽ ആമേൻ ഹല്ലേലൂയ, ഈ ആലയം നിറച്ച് ആത്മാക്കൾ ഉണ്ടായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. ശരി, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കേവലം കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ശരി, പക്ഷെ ദൈവം എന്ത് നൽകാൻ പോവുകയാണ്? ഇതിന്റെ സ്തുതിക്ക് മാറ്റം വരുത്തി ഒരു പച്ചയും ഒരു പുഷ്ടിയും ഒരു നന്മയും ഒരു അനുഗ്രഹവും ഒരു വിശാലതയും ദൈവം തരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ തമ്പുരാൻ വിശ്വസ്തനാണ്. ദൈവത്തില് ഏത് അതേ ഹല്ലേലൂയ സാഹചര്യത്തിന്റെ നടുവിലും ദൈവം അതിലൊരു ആശയമുണ്ട്. എന്റെ ദൈവം എന്നെ കൈവിട്ട് കളയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇന്ന് രാവിലെ കാലം അതുകൊണ്ട് നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്, നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ വകയുണ്ട്. ഈ സാഹചര്യത്തിലും ദൈവം നമ്മെ ഉണർത്താൻ പോകുന്നു, ദൈവം നമുക്ക് വിശാലത തരാൻ പോകുന്നു, ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യം, പത്രോസ് യേശുവിനെ കണ്ടിട്ട് ചാടി ഇറങ്ങി കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ കാറ്റുകൊണ്ട് മേടിച്ച് താഴാൻ തുടങ്ങിയപ്പോൾ പത്രോസ് ഒരു കാര്യം ചെയ്തു. അവൻ നിലവിളിച്ചു, കർത്താവേ രക്ഷിക്കണേ, ഞാൻ താഴുക. നിലവിളിച്ചു. ഒരു നിലവിളി, ഒരു കരച്ചിൽ, ഒരു പ്രാർത്ഥന. തമ്പുരാനെ എന്റെ സ്തുതിക്ക് ഒന്ന് ഭേദം വരുത്തണേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ എന്നുള്ള ശക്തമായ ഒരു പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. കലക്കം കൊണ്ടുവരുന്ന പിശാച്, കുടുംബങ്ങളിൽ കലക്കങ്ങൾ ഇടുന്ന പിശാച്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, കലക്കം വിട്ട് സന്തോഷിക്കാൻ കഴിയാതെ രണ്ടും രണ്ട് വഴിക്ക് മാറി തകർക്കാൻ സാത്താൻ പ്രവർത്തിക്കുമ്പോൾ ഒരുമിച്ച് മുഴങ്കാലുകളെ മടക്കി ഒരുമിച്ച് കരങ്ങളെ കൊടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പിശാചിന്റെ മേൽ ജയമെടുക്കേണ്ടത് ആവശ്യമാണ്. കുടുംബ സന്തോഷം നഷ്ടപ്പെടുത്തുക, കുടുംബത്തിലെ ആനന്ദം ഇല്ലാതാക്കുക, സഭയിലെ ആനന്ദം ഇല്ലാതാക്കുക,
പിശാചിന്റെ വലിയ പദ്ധതി. വേഗത്തിൽ അതെ നമുക്ക് മുന്നോട്ട് പോകാം. സന്തോഷത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയം വളരെ മുമ്പോട്ട് പോയതുകൊണ്ട് ഒന്നുകൊണ്ട് വാക്യങ്ങൾ കൂടി ചിന്തിച്ച് നമുക്ക് വേഗത്തിൽ നിർത്താമല്ലോ. ആവർത്തന പുസ്തകം 14:26 വായിച്ചാട്ടെ. Deuteronomy 14:26. ആവർത്തനം 14:26. നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്തു വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണം. നീയും നിന്റെ കുടുംബം ചെയ്യണം, സന്തോഷിക്കണം. ഈ കാലഘട്ടങ്ങളിൽ കുടുംബ സന്തോഷം തകർത്ത് കുടുംബമായി സന്തോഷിക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന ഈ സമയത്ത് ദൈവവചനം പറയുന്നു, നീ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? നീ നിന്റെ കുടുംബവും എന്ത് ചെയ്യണം? കുടുംബമായി നീ സന്തോഷിക്കും. ഇനി മുമ്പോട്ട് പോകുമ്പോ 16:11 വായിച്ചാട്ടെ. 16:11. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. കുറച്ചുപേര് സന്തോഷിക്കുകയല്ല, നീ എന്ത് ചെയ്യണം? നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ ദേശത്തെ ലേവ്യനും പരദേശിയും അനാഥനും വിധവയും. ഓ, എല്ലാവരും സന്തോഷം. ആരെയും തള്ളിക്കളയല്ല, ആരെയും പുറകോട്ട് മാറ്റിക്കളയല്ല. എല്ലാവരും കൂടി എന്ത് ചെയ്യണം? യഹോവയുടെ സന്നിധിയിൽ വന്ന് സന്തോഷിക്കണം. ദൈവം ലോകത്തിലേക്ക് നോക്ക്, ലോകത്തിലേക്കൊന്ന് കണ്ണോടിക്കുക. എന്ത് ആകപ്പാടെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ, ചില സ്ഥലത്ത് ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ആഗ്രഹിച്ച് വിദ്യാഭ്യാസം വിട്ടു, എഞ്ചിനീയറിംഗ് പഠിച്ചു. അതെ, അവര് വളരെ പ്രതീക്ഷയോടെ ഇതിന് കാത്തിരിക്കുമ്പോൾ അതെ അവൻ എവിടെ പോയ സമയത്ത് ആരോ അവനെ അടിച്ചു കൊന്നു. നോക്ക്, ഇല്ല സന്തോഷിക്കാൻ വേണ്ടി കാത്തിരുന്ന ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ, എത്രയോ ഞെട്ടിപ്പിക്കുന്ന സംഭവം. കുടുംബ സന്തോഷം പിശാച് തകർത്ത് ഇന്ന് അവർ നിരാശയോടുകൂടി കഴിയുകയാണ്. അതേ, ഹല്ലേലൂയ. സത്യം വെളിയിൽ വരുന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടി കോടതി കയറി ഇറങ്ങുന്നു. എന്തോ പ്രയോജനം? പോകേണ്ടത് പോയില്ലേ? കുടുംബത്തെ സന്തോഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എത്രയോ ഭവനങ്ങൾ തകർത്തുകൊണ്ടിരിക്കുമ്പോ രാവിലെ കാലം ദൈവത്തോട് നന്ദി പറ, ദൈവത്തോട് സ്തോത്രം ചെയ്യുക. നിന്റെ കുഞ്ഞിനെ നോക്കി സ്തോത്രം ചെയ്യുക, നിന്റെ മകളെ നോക്കി സ്തോത്രം ചെയ്യുക, നിന്റെ മോനെ നോക്കി സ്തോത്രം ചെയ്യുക. ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ മുമ്പിൽ നന്ദി പറ, കർത്താവിനെ സ്തുതിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 16:14 വായിച്ചേ. ആവർത്തനം. ഈ പെരുന്നാളിൽ നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം. ആവർത്തിച്ച് പറയും, സന്തോഷിക്കണം, സന്തോഷിക്കണം, സന്തോഷിക്കണം. പൗലോസ് ഫിലിപ്പിയ വിശ്വാസികളോട് പറയുന്നത്, കർത്താവിൽ അതെ സന്തോഷിപ്പി എന്നാ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുക, സന്തോഷിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഏതോ തോട്ടത്തിലാക്കി ദൈവത്തോടു കൂടെ അവൻ സന്തോഷിച്ച് ജീവിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ ഉപായത്താൽ സാത്താൻ പ്രവേശിച്ച് അവിടെ സന്തോഷത്തിൽ നിന്നവരെ അതേ തള്ളിയിട്ട് അവരെ അതേ പാപത്തിൽ അകപ്പെടുത്തി. അതേ ശാപവും മുള്ളും പറക്കാരെയും മുളയ്ക്കുന്ന ശാപം നിറഞ്ഞ ഭൂമിയിലേക്ക് അവർ തള്ളപ്പെട്ടു. അന്ന് മുതൽ അവിടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കണം. പക്ഷെ സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്ന് ഇന്ന് രാവിലെ കാലം ദൈവത്തിലെ സന്തോഷം പങ്കിടുമ്പോൾ ഇതിന്റെ വില എത്രയോ ഉണ്ടെന്ന് നമ്മൾ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ് ഇതിന്റെ വില. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ സിയോൻ മക്കളെ കുറിച്ച് അതേ ഹല്ലേലൂയ ബാബിലോണിലെ ആളുകൾ കേട്ടിട്ടുണ്ട്. ഇവരാരാണ്? ഇവര് സിയോൻ ഗീതങ്ങൾ പാടി ഇവര് സന്തോഷിക്കുന്നവരാണ്. അതുകൊണ്ട് അവര് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യ, ആ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാട്, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അവിടെ സന്തോഷത്തെ കുറിച്ച് ചോദിച്ചു. അവര് പറയും, ആമേ പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ സന്തോഷിക്കുന്നത് ആടുമാടുകളിലോ കന്നുകാലികളിലോ എണ്ണയിലോ വീഞ്ഞിലോ ഒന്നുമല്ല. ആമേ പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? യഹോവയുടെ സന്നിധിയിൽ വന്ന്
ആ പഴയ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആണ്ടിൽ 7 പെരുന്നാളുകൾ ദൈവം അവർക്ക് കൊടുത്തു. അത് 3 പ്രാവശ്യമായി യെരുശലേമിൽ വന്ന് അവർ ആഘോഷിക്കുമായിരുന്നു. ആ പെരുന്നാളിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് യഹോവയുടെ സന്നിധിയിൽ വേണ്ടുവോളം സന്തോഷിക്കുക. എന്നാൽ ഇന്ന് സന്തോഷിക്കാൻ കഴിയാതെ അന്യോന്യം കയ്പ്, പക, വിദ്വേഷം, പിണക്കം ഇതൊക്കെ വെച്ച് സ്തോത്രം ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും അകത്ത് കയ്പ, അകത്ത് പിണക്കമാ, അകത്ത് വിദ്വേഷമാ. അപ്പൊ ഞാൻ പുള്ളിയോട് പ്രാർത്ഥിക്കത്തില്ല. സന്തോഷം, യഥാർത്ഥ സന്തോഷം പിശാച് കെടുത്തി. എന്നാൽ ഈ അന്ത്യനാളിൽ നാം പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, യഥാർത്ഥ സന്തോഷത്തിലേക്ക് ഞങ്ങളെ ഒന്ന് തിരിച്ച് കൊണ്ടുവരണമേ, ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ എന്ന് ആത്മാർത്ഥമായി എത്ര പേര് പ്രാർത്ഥിക്കും? നിശ്ചയമായും ദൈവം നമ്മെ മടക്കി കൊണ്ടുവരുന്ന ദിവസങ്ങളാണ്. എന്ത് ചെയ്യുന്ന പക്ഷികൾ പോലും തങ്ങളുടെ മടങ്ങിപ്പോക്കിന്റെ കാലം അറിയുക. എന്നാൽ പലപ്പോഴും നാം അറിയുന്നില്ല നമ്മുടെ മടങ്ങി വരവിന്റെ സമയങ്ങളാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. ഒരു നല്ല കാലം, വിശുദ്ധന്മാർ തമ്മിൽ ഒരുമിച്ച് കൂടി സന്തോഷിച്ച ഒരു കാലം, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയ ഒരു കാലം, ഒരുമിച്ച് അന്ന് സ്തോത്രം ചെയ്ത ഒരു കാലം. പ്രൈസ് ദി ലോർഡ്. അത് ആ നല്ല കാലത്തിലേക്ക് ദൈവസഭ മടങ്ങി വരുവാൻ അരുമനാഥൻ കാത്തിരിക്കുമ്പോൾ നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, എന്നെ അതിലേക്കൊന്ന് മടക്കി വരുത്ത്, എന്റെ കുടുംബത്തെ മടക്കി വരുത്ത്, ദൈവസഭയെ മടക്കി വരുത്തുമെന്ന് ദൈവത്തോട് നമുക്ക് വിളിച്ചു പറയാം. ആരൊക്കെ പ്രാർത്ഥിക്കും? പ്രാർത്ഥന വൃഥാഭാഗത്തില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം തുറക്കും, നിശ്ചയമാണ്. അതുകൊണ്ട് ഇതുപോലെ കാലം शक्तियों प्रार्थी अरे दैव सरे प्रार्थിച്ചാട്ടെ आप उस परमेश्वर का नाम ऊंचा उठा रहे हैं जो आपके और मेरे दिलों के अंदर है। हालेलुया। और यशायाह नबी की किताब में ये परमेश्वर ये खुद बोलते हैं, जो हम्बल होगा, जो विनम्र होगा, उसको मैं ऊंचा उठाऊंगा। जो प्राउड है, जो गर्व और घमंड से भरा है, उसको परमेश्वर नीचे करते हैं। जो हम्बल है, जो विनम्र है, उसको परमेश्वर ऊंचा उठाते हैं। अगर ऐसी बात है तो आज मैं आपको बताना चाहता हूं, एक सीक्रेट बताना चाहता हूं, एक प्रकाशन मैं आपको बताना चाहता हूं। अगर आप परमेश्वर के नाम को ऊंचा उठाएंगे तो परमेश्वर जिनका नाम आपके दिलों के अंदर है वो ऊंचा उठ रहा है। और क्योंकि आप विनम्र दिल से परमेश्वर यीशु मसीह के नाम को ऊंचा उठा रहे हैं, परमेश्वर आपको ऊंचा उठाने के लिए तैयार है। और मैं आपको बताना चाहता हूं, ऊंचाई में शैतान नहीं, ऊंचाई में यीशु मसीह है। हालेलुया। अगर ऐसी बात है तो शैतान का सिंहासन इस कलीसिया से बाहर निकलेगा यीशु मसीह के नाम से, और इस कलीसिया में एक बेदारी आएगी, इस कलीसिया में रिवाइवल आएगा, इस कलीसिया में या जो भी यंग है, जो भी यूथ है, उठेंगे परमेश्वर यीशु मसीह के नाम से। अब एक और बात ध्यान से सुनिए, एक और बात ध्यान से सुनिए। One person cannot serve two masters। एक इंसान दो मालिकों को नहीं सेवा कर सकता, या तो दुनिया या तो परमेश्वर, या तो शैतान या तो यीशु मसीह। अगर आपके जीवन में, यहां सुनने वाले हर एक व्यक्ति से मैं बोलना चाहता हूं, आपके जीवन में कोई भी ऐसी बातें हैं जो आपको खुद पता है और वचन में लिखा है कि ये गलत है, आज मैं आपसे कहना चाहता हूं, आज आपसे मैं रिक्वेस्ट करता हूं, यीशु मसीह के नाम से उसको छोड़ दीजिए, उसको छोड़ दीजिए, क्योंकि उसी में ही हमारा आशीष है, उसी में ही हमारी आशीष है। बातों में तक हो सकता है, कई सारे लोगों को लगता है कि मैं कुछ गलत करता नहीं हूं तो इसलिए चलता है, या मैं कुछ गलत करती नहीं हूं तो इसलिए चलता है। पर आज मैं बताना चाहता हूं, परमेश्वर आपके बातों से नहीं, आपके सोच में तक, आपके सोच को तक परमेश्वर जांचने वाले परमेश्वर है। क्या ये मैं खुद बोल रहा हूं? वचन खुद कहता है कि ये परमेश्वर दिलों को जांचने वाला परमेश्वर है। हृदय ने शोध की मैं करता यीशु। हालेलुया। अगर ऐसी बात है तो मैं आपको बताना चाहता हूं, परमेश्वर आज आपके दिलों को जांचने के लिए खड़े हुए हैं। आज इस कलीसिया के दरवाजे पे खटखटा रहे हैं, पर मैं बताना चाहता हूं, कल के दिन परमेश्वर कलीसिया के दरवाजे पे खटखटाएंगे नहीं, कल के दिन जब शैतान खटखटाएगा तो परमेश्वर यीशु मसीह खुद दरवाजा खोलेंगे और बोलेंगे, शैतान यीशु मसीह के नाम से बाहर भाग इस कलीसिया से। हालेलुया। जब यीशु मसीह हमारे दिल में आते हैं तो विजय पक्का है। हालेलुया। अगर यीशु मसीह हमारे दिल में आते हैं तो हम जयवंत नहीं होते। जब यीशु मसीह हमारे दिल में आते हैं तो हम जयवंत नहीं होते।
रोमियो की किताब पत्री में ऐसा लिखा है, जब यीशु मसीह हमारे दिल में आते हैं तो हम जयवंत से भी बढ़कर अपने जीवन में आगे बढ़ते हैं। जयवंत नहीं होते, वी आर नॉट विक्टोरियस, वी आर मोर देन विक्टोरियस, वी आर मोर देन कॉन्करर्स। हम जयवंत से भी बढ़कर अपने जीवन में आगे बढ़ेंगे। हालेलुया। Holy Spirit, Lord, come upon this family, Lord, come upon this household. परमेश्वर आज आपकी उपस्थिति में आते हैं। परमेश्वर आज आपकी उपस्थिति में आते हैं। परमेश्वर आज अपने आप को आपके हाथों में, आपकी उपस्थिति अपने चरणों में प्रभु हम सौंपते हैं। पिता प्रभु, हमने बहुत सारे पाप किए हैं प्रभु, अपने बातों से, अपने सोचों से, अपने विचार से, अपने कामों से, हर जगह से पिता हम पापी मनुष्य हैं प्रभु। एक पाप काफी है प्रभु, एक पाप कि हम पूरी तरह खत्म हो जाए। पर प्रभु यीशु मसीह आपके क्रूस में उस बहाए गए लहू के द्वारा हम विश्वास करते हैं प्रभु, हमारे पापों को आपने धो डाला है। हालेलुया। पिता परमेश्वर, हम ये भी विश्वास करते हैं कि पवित्र आत्मा हमारे अंदर निवास करते हैं। हालेलुया। प्रभु पिता परमेश्वर, प्रेरितों की किताब पहले अध्याय 8वें आयत में लिखा है कि जब पवित्र आत्मा आते हैं तो सामर्थ आती है। जब पवित्र आत्मा आते हैं तो सामर्थ आती है। पवित्र आत्मा आते हैं तो सामर्थ आती है। पवित्र आत्मा जहां आते हैं वहां सामर्थ आती है। प्रभु पिता परमेश्वर, आज हम आपसे मांगते हैं पवित्र आत्मा के लिए, क्योंकि पवित्र आत्मा जहां पर है सामर्थ वहां है। सामर्थ किस बात के लिए चाहिए? सामर्थ पिता परमेश्वर, हमें शैतान की सारी ताकतों को तोड़ने के लिए हमें सामर्थ चाहिए। प्रभु पिता परमेश्वर, ऐसी एक प्रार्थना हम मांगते हैं कि आने वाले दिनों में आपका नाम ऊंचा हो प्रभु, आपका नाम ऊंचा हो और हम विनम्र होए। जैसे यूहन्ना बपतिस्मा देने वाले बोले कि जब आप घटे, आप बढ़े और मैं घटूं, यीशु मसीह बढ़े और हम घटे। पिता परमेश्वर, हमारे जीवन में पिता परमेश्वर हम घटे और आप बढ़े। पिता परमेश्वर, सब कुछ आपसे, आपके नाम यीशु मसीह, आपके नाम से हम पिता परमेश्वर से मांगते हैं। पवित्र आत्मा के सामर्थ के द्वारा हम मांगते हैं। धन्यवाद कि आपने उत्तर भेज दिया पिता, यीशु मसीह के नाम से, आमीन। അതിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ സ്തോത്രം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം മഹിമയ്ക്കായി സൗലം ചെയ്താട്ടെ. കർത്താവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നൽകിയ അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായി ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് പാട്ടുപാടി സ്തോത്രം അയച്ചെടുക്കാം. ദൈവമാ വിശുദ്ധ ജാതിത അവനവകാശമാ യഹോവാ ദൈവമാ വിശുദ്ധ ജാതിത അവനവകാശമാ പരമേശ്വരികൾ നാം ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ? പരമേശ്വരികൾ നാം ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാ വിശുദ്ധ ജാതിത അവനവകാശമാ യഹോവാ ദൈവമാ വിശുദ്ധ ജാതിത അവനവകാശമാ അവത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്തെ. അവത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്തെ. ആകയാൽ പാരിടമാകയിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടമാകയിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാ വിശുദ്ധ ജാതിത അവനവകാശമാ ജനനാം. യഹോവാ ദൈവമാ അവനവകാശമാ ജനനാം. അവനീ തലത്തിൽ അവമാനം അവകാശമോ അവനീ തലത്തിൽ അവമാനം അവകാശമോ
കർത്താവേ, ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനാ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി പിന്നെ നമ്മുടെ തലകളെ വണക്കാൻ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം ഒരു നാളും അത് ആരെയും തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നാം ക്ഷീണിച്ചു പോകുമ്പോൾ അവിടെയൊക്കെ ഒരപ്പന്റെ സ്ഥാനത്ത്, ഒരമ്മയുടെ സ്ഥാനത്ത്, ഒരു മൂത്ത സഹോദരന്റെ സ്ഥാനത്ത് വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു കരം ഇന്ന് രാവിലെ കാലം നാം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നു. അതെ, ഹല്ലേലൂയ. പലപ്പോഴും അത് ആത്മീയമായി നാം ക്ഷീണിച്ച എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ ഉണർത്തിയ അത് ദൈവത്തിന്റെ വഴികളെ അത് നമുക്ക് ഓർക്കുവാൻ കഴിയുന്നു. ഇന്ന് കാലം ദൈവം നമ്മെ ഉണർത്തിയല്ലോ. അതേ ദിവസങ്ങളിൽ പിന്നെ ദൈവം നമ്മെ ഉണർത്തുവാൻ, അതേ നമ്മെ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ആലയത്തിന്റെ സ്തുതിക്കൊക്കെ ദൈവം ഒരു വലിയ മാറ്റം തരുവാൻ, ദേശത്തിന്റെ സ്തുതിക്ക്, രാജ്യത്തിന്റെ സ്തുതിക്ക് മാറ്റം തരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതേ നമ്മുടെ കടപ്പാട് എന്താണ്? ദൈവത്തെ വിളിക്കുക, പ്രാർത്ഥിക്കുക, അതേ കർത്താവിനെ കുറിച്ച് പറയുക. അത് ദൈവസേനയിൽ അതേ എപ്പോഴൊക്കെ സാവകാശം കിട്ടുമോ അപ്പോഴൊക്കെ ദൈവസേനയിൽ വേറിട്ടിരുന്ന് അതേ കർത്താവിനോട് ആലോചന ചോദിപ്പാനും പ്രാർത്ഥിപ്പാനുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിയെടുക്കട്ടെ. ഈ മാസം 6-ാം തീയതി അതേ ദൈവസേന വന്ന സന്തോഷമുള്ള ആദരങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിച്ച് പരിവലത്തോടുകൂടി മടങ്ങി പോകത്തക്കോണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഇന്ന് കാലം ഇതുവരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ വിശ്വാസക്കായി ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ രാജ്യത്തെ പ്രാർത്ഥന ഓർക്കാം, ഭരണകൂടങ്ങളെ പ്രാർത്ഥന ഓർക്കാം, ഓരോ സ്റ്റേറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതേ കൊറോണ പോസിറ്റീവായി കഴിയുന്ന സകല രോഗികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യ പ്രവർത്തകരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലോകത്തിൽ നിന്ന് അതേ മാറ്റപ്പെട്ട അതേ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവർക്ക് ആശ്വാസം നൽകട്ടെ. പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദിവസം കർത്താവ് ചെയ്യുവാൻ പോകുന്ന വലിയ പ്രവൃത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ ധാരാളമായി അതേ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. മാതുച്ചാൻ പ്രാർത്ഥിച്ചാൽ. ഞങ്ങളുടെ കർത്താവും ദൈവമായ സുസ്ഥാന്തേമേ, ഈ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഭയായ കർത്താവെ, നിന്നെ ആരാധിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് സാവാസനായ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം കർത്താവെ ഞങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചില്ല. കർത്താവെ സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങൾക്കെയും കർത്താവെ ഞങ്ങളെ അവിടെ ഉണ്ടായി സൂക്ഷിച്ചു, പരിപാലിച്ചു. ആപത്തും കർത്താവെ അനർത്ഥങ്ങളും ഞങ്ങളെ വിടുവിച്ചു. കഷ്ടങ്ങളും ക്ലേശങ്ങളും കർത്താവെ ഞങ്ങളെ വിടുവിച്ചു. ദുഃഖത്തിൽ കർത്താവെ ഞങ്ങളെ വിടുവിച്ചു. ഹല്ലേലൂയ. ഞങ്ങളെ എല്ലാവരുടെയും കർത്താവെ ജീവനോടെ നീ സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഞങ്ങളുടെ ആരുടെ എണ്ണം കുറവാൻ നീ സമ്മതിച്ചില്ല കർത്താവെ. നിന്റെ എല്ലാ വിശ്വസയ്ക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ആകയാൽ നന്ദിയുള്ളവരായി ഹല്ലേലൂയ. എന്റെ കർത്താവിനെ മധുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന കർത്താവേ ഹല്ലേലൂയ, എല്ലാ നന്മകൾക്കും കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ നന്ദിയുള്ളവരായി ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലോകം സമാധാനം തന്നറിയാതെ കർത്താവെ കഴിഞ്ഞുകൂടുമ്പോൾ നിന്റെ ഭക്തന്മാരായ അടികൾ കർത്താവെ തന്നിരിക്കുന്ന സമാധാനത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളോട് കർത്താവെ ഇടപെട്ടുകൊണ്ടിരിക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആകെ ദിവസങ്ങളായി കർത്താവെ ഞങ്ങൾ ഉണരുവാൻ കർത്താവെ ഹല്ലേലൂയ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവെ നിനക്ക് പ്രസാരമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ പാവപ്പെട്ട സഭയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. സഭയുടെ അവസ്ഥകൾ കർത്താവേ നീ വ്യത്യാസം വരുത്തനായ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളായി വലിയ പ്രവൃത്തി കർത്താവേ നീ ചെയ്യുമല്ലോ. ഹല്ലേലൂയ. സഭയുടെ കർത്താവേ നീ ഹല്ലേലൂയ വിസ്താരപ്പെടുത്തുമല്ലോ. ഹല്ലേലൂയ. ജനങ്ങൾ കർത്താവേ നിന്നെ ആരാധിപ്പാനായി ഹല്ലേലൂയ കർത്താവേ താല്പര്യത്തോടെ കടന്നു വരുന്ന ആ ദിവസങ്ങളെ കർത്താവേ കണ്ണുകളുണ്ട് കർത്താവേ ഞങ്ങൾ കാണുന്നു. ഹല്ലേലൂയ. നീ അങ്ങനെ ചെയ്യുമാറാകേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സഭയായി അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളായി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 കർത്താനദാസനെയും കുടുംബത്തെയും നിന്റെ കരവെക്കുന്ന കർത്താവേ ഹല്ലേലൂയ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ വരങ്ങളാൽ കർത്താവെ നിറച്ച് ഹല്ലേലൂയ നിന്റെ ജനത്തെ കർത്താവെ മുമ്പോട്ട് നടത്തുവാൻ പുതിയ പുതിയ ആരും കർത്താവെ കൊടുത്ത് സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ദൈവമേ സൂചിക്കണമേ, നിരവധ്യമായ പ്രൊട്ടക്ഷനോട് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ, അവരായിരിക്കുന്ന കർത്താവെ നിരവധ്യമായ പരിപാലനം സൂക്ഷിച്ചു കൊടുക്കണമേ, അവരെ സൗഖ്യത്തോടും ക്ഷേമത്തോടും പരിപാലിക്കണമേ, വിദ്യമായ പ്രൊട്ടക്ഷനോട് കൊടുക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സഭകളെല്ലാ കുടുംബങ്ങളെയും നിരകർവക്കാണ് എല്ലാ കുടുംബങ്ങളെയും നീ സഹായിക്കണം പ്രാർത്ഥിക്കണമേ. ഓരോ കുടുംബത്തിന്റെ ആവശ്യമാണ് നീ സഹായിക്കണം കർത്താവേ. ഞങ്ങളെ സഹായിച്ചു അതോടെ ഞങ്ങളെ നടത്തി. ഹല്ലേലൂയ. കുടുംബങ്ങളുമായി ഹല്ലേലൂയ ആവശ്യങ്ങളെ നീ കൂടിയിരുന്ന കർത്താവേ. ഹല്ലേലൂയ. നീ വിശ്വസ്തനായ കർത്താവേ നീയോടെ സ്തുതിക്കുന്നു. കർത്താവേ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുക ഒരു ഗുണമായ ഒരു ശാന്തത കർത്താവേ ഞങ്ങളിലേക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് മാത്രമല്ല കർത്താവേ സ്തോത്രം നൽകുക. മറ്റു രാജ്യങ്ങളുള്ള എല്ലാ കർമ്മക്കാണ് ഓരോ രാജ്യത്തോടും മനസ്സിലും പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ USA കർത്താവേ അത് കർത്താവേ വളരെയേറെ വർദ്ധിച്ചിട്ട് കർത്താവേ ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസുകളാണ് കർത്താവേ. ഞാൻ അത്ഭുതത്തോടെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രോഗത്തിന്റെ കർത്താവേ സംഖ്യ കുറയ്ക്കണമേ, മരണത്തിന്റെ സംഖ്യ കുറയ്ക്കണമേ, നീ അത്ഭുതങ്ങൾ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ദിവസങ്ങൾ നടക്കട്ടെ കർത്താവേ. കർത്താവേ ഞങ്ങൾ നിന്നെ ശരണപ്പെടുന്നു കർത്താവേ. നീ ഒന്ന് കൽപ്പിച്ചാൽ സൗഖ്യമാണ് വിടലാണ്. ഹല്ലേലൂയ. ആകയാൽ പുലമുള്ള എല്ലാ കർത്താവേ രാജ്യങ്ങളെ നിലനിൽക്കാണ്. ദൈവമേ നീ ഒരു വലിയ സൗഖ്യം കർത്താവേ എല്ലാ രാജ്യങ്ങളേക്കും മാറാകണമേ, ഇത് വലിയ പ്രവൃത്തി ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവേ ഞങ്ങളെ മുറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ സ്തുതിക്കുന്നു സ്തോത്രിക്കുന്നു. യഹോവ ഭക്തനെ ഹല്ലേലൂയ വേർതിരിച്ചിരിക്കുന്ന അറിവാൻ നിങ്ങൾ കാര്യം ഓർപ്പിച്ചല്ലോ. ഹല്ലേലൂയ. നിന്റെ ഭക്തന്മാരായ കർത്താവേ ഹല്ലേലൂയ നിനക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. നിനക്ക് ഇഷ്ടമുള്ളവരെ കർത്താവേ നിനക്ക് വേണ്ടി കർത്താവെ രൂപാന്തരപ്പെടുത്തുന്ന തുടങ്ങിയ നാളിൽ കർത്താവേ ഹല്ലേലൂയ. ആകയാൽ കർത്താവേ ഞങ്ങളുടെ ഭക്തി മുറുകെ പിടിച്ചോണ്ട് ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ വേർതിരിച്ചിരിക്കുന്ന ഒരു വിചാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഭയത്തോട് ഭക്തിയോട് ഞങ്ങൾ ജീവൻ നയിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സഭയാ ഞങ്ങളെ സഹായിച്ചാണ് കർത്താവേ സ്തോത്രം. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ പ്രാർത്ഥിക്കർത്താവെ ചോദിക്കുന്നവർ കർത്താവെ എല്ലാ വിഷയങ്ങളും നിന്റെ കർത്താവേ സ്തോത്രം. ഒരു ദിവസം കർത്താവെ യാത്രയാന്ന് കർത്താവെ ഭാവനെ കർത്താവെ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരോട് കൂടിയിരിക്കണമേ, സഹായിക്കണമേ, സൗഖ്യത്തോടെ കണ്ണടിയാക്കണം പ്രാർത്ഥിക്കുന്നു. നാട്ടിലാരും ഞങ്ങളുടെ സൗകര്യങ്ങൾ എല്ലാവരെയും സൂക്ഷിക്കുന്നവരായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃത്യമായ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ എല്ലാവരെയും ഓർക്കുന്ന കർത്താവേ സ്തോത്രം. വിവിധ സ്ഥലങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്ന കർത്താവെ എല്ലാവരെയും സുരക്ഷരായി സൂക്ഷിക്കണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞാണ്ടിന്റെ കർത്താവേ എല്ലാവർക്കും കാവലായിരുന്നേ എല്ലാവരെയും സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഒരുപാട് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു സ്തോത്രം. ഞങ്ങളുടെ പേരെ സ്നേഹിച്ചിരിക്കുന്ന സ്തോത്രമായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നതാവേ. വീട്ടിൽ കർത്താവേ 100 മടങ്ങ് പ്രതിഫലം കൊടുത്ത് മാനിച്ചുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കർത്താവേ ഒരാഴ്ച ആവശ്യം എല്ലാ കൃപയും കർത്താവേ ഞങ്ങൾ ജീവിതത്തിൽ പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും സമാധാനത്തേക്കാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് ഞങ്ങൾ നടത്തണമേ. പുത്രനെ വ്യത്യാസം നിരക്കുന്ന യേശുനാഥമേ സൗഖ്യപിതാവേ. Praise the Lord, praise the Lord, praise the Lord. കർത്താവ് ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇരുവലത്തോടും അനുഗ്രഹത്തോടും കൂടി ഞങ്ങളെ അയച്ചാട്ടെ, പുത്രനെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ കൂട്ടായ്മയും കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഓരോരുത്തരും ധാരാഭാഗിക്കുന്ന സകലവിശുദ്ധന്മാരോടും നമ്മോട് എല്ലാവരോടും കൂടി ഇന്ന് നയിക്കും. കർത്താവിന്റെ വരവിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.
കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് സഹായിക്കട്ടെ.